89 ജനുവരി 10 കൊച്ചുത്രേസ്യ സഭാവസ്ത്രം സ്വീകരിക്കുകയും ആ വർഷം സെപ്റ്റംബർ 8 വ്രതവാഗ്ദാനം ചെയ്യുകയും ചെയ്തു. വ്രതവാഗ്ദാന സമയത്ത് അവൾ സ്വീകരിച്ച പേര് ഉണ്ണിയേശുവിൻ്റെയും തിരുമുഖത്തിൻ്റെയും ത്രേസ്യ എന്നായിരുന്നു. അങ്ങനെ ഒരു പുതിയ പേര് സ്വീകരിക്കുവാൻ കൊച്ചുത്രേസ്യയ്ക്ക് പ്രത്യേക കാരണമുണ്ടായിരുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ബെത്ലഹേമിലെ ഉണ്ണീശോയോട് തെരേസായ്ക്ക് വലിയ സ്നേഹം തോന്നുകയും ഉണ്ണി ഈശോയുടെ രൂപത്തെ ചെറുസൂനങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യുമായിരുന്നു. കർമ്മരമഠത്തിൽ ചേരുമ്പോൾ പേരുമാറുക എന്നൊരു സമ്പ്രദായം അന്നുണ്ടായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും കൂടി നൽകിയ തെരേസ എന്ന നാമം മാറ്റാതെ മറ്റെന്ത് കൂട്ടിച്ചേർക്കണമെന്ന് ചിന്തിച്ചപ്പോൾ അവളുടെ മനസ്സിൽ വന്നത് അവൾ വളരെയധികം സ്നേഹിച്ചിരുന്ന ഉണ്ണീശോയുടെ ചിത്രമാണ്. ഇതേക്കുറിച്ച് ത്രേസ്യ എഴുതുന്നു: യേശുവിൻ്റെ ത്രേസ്യ എന്ന സഹോദരി അവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഏതായാലും ത്രേസ്യ എന്ന മനോഹര നാമം മാറ്റുവാൻ പാടില്ല. ഉടൻ തന്നെ അവൾ അത്യധികം സ്നേഹിച്ചിരുന്ന ഉണ്ണിയേശുവിൻ്റെ ഓർമ്മ തൻ്റെ മനസ്സിൽ വന്നു. ഉണ്ണിയേശുവിൻ്റെ ത്രേസ്യ എന്ന പേര് കിട്ടിയാൽ ഞാൻ എത്രയോ ഭാഗ്യവതിയായിരിക്കും എന്ന് തന്നെത്താൻ പറഞ്ഞുപോയി. വത്സ അമ്മ എനിക്ക് എന്ത് പേര് നൽകേണ്ടതെന്ന് സഹോദരിമാരോട് ചോദിച്ചപ്പോൾ ആ നല്ല അമ്മയുടെ മനസ്സിൽ തോന്നി, എന്നെ വിളിക്കേണ്ട പേര് ഞാൻ വിഭാവനം ചെയ്തിരുന്ന പോലെ ആയിരിക്കണമെന്ന് എനിക്ക് അത്യന്തം സന്തോഷമായി. ഏറ്റവും ഹൃദ്യമായ ആശയപ്പൊരുത്തം തൻ്റെ പ്രേമഭാചനത്തെ ഉണ്ണിയേശുവിൻ്റെ വാത്സല്യം പ്രകാശിപ്പിച്ചിരുന്ന ഒരടയാളമാണെന്ന് എനിക്ക് തോന്നി. വ്രതവാഗ്ദാന സമയത്ത് അവൾക്ക് കൊടുത്ത പേരും ഉണ്ണിയേശുവിൻ്റെയും തിരുമുഖത്തിൻ്റെയും സഹോദരി ത്രേസ്യ എന്നായിരുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.